ചേട്ടാ, പയ്യന്നൂർ നടന്ന ഒരു വിവാദം, രക്തസാക്ഷി ഫണ്ട് വിവാദം, നെറികേടെന്ന് തന്നെ പറയണം. ഒരു പാവപ്പെട്ട മനുഷ്യന്റെ പേരിൽ, പാർട്ടിക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ ഒരു പാവപ്പെട്ട മനുഷ്യന്റെ പേരിൽ ഫണ്ട് പിരിവ് നടത്തുക, അതിൽ നിന്ന് കൈയിട്ട് വാരുക. സത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പിതൃശൂന്യത കാണിച്ച ആ വൃത്തികേടിനെ താനൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ് എന്നത് മറന്ന് ജനങ്ങൾക്ക് മുൻപിലേക്ക് എത്തിച്ച ഒരു യഥാർത്ഥ സഖാവ്, ഒരു യഥാർത്ഥ മനുഷ്യൻ കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, സഖാവ് കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ. അദ്ദേഹം പാർട്ടി വിട്ട് പുറത്തേക്ക് വരുന്നു, അല്ലെങ്കിൽ പാർട്ടി അദ്ദേഹത്തെ നെറികെട്ടവനായി തള്ളുന്നു. അദ്ദേഹത്തെ പുറത്തേക്ക് വരുമ്പോൾ UDF അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കുന്നു, കോൺഗ്രസ് ഘടകങ്ങൾ സപ്പോർട്ട് കൊടുക്കുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അദ്ദേഹം കറിവേപ്പിലയായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് കാരണത്താലാണ്, എന്തിനാണ് ഈ പറയുന്ന കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർക്ക് അയിത്തം കൽപ്പിച്ചിരിക്കുന്നത് എന്ന് ഈ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ചേട്ടൻ പറയുക തന്നെ വേണം താനും. അതായത് പ്രശാന്ത്, ഇതിനകത്തുള്ളൊരു വിഷയം എന്ന് വെച്ചാൽ ഈ പറയുന്ന കുഞ്ഞികൃഷ്ണൻ മാസ്റ്ററെ സംബന്ധിച്ച് അദ്ദേഹം നമ്മൾ പെട്ടെന്ന് ഈ അവസാനം പറഞ്ഞ ഭാഗം ഞാൻ ആദ്യം പറയാം, അവസാനത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ ആദ്യം പറയാം. കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഇപ്പോൾ ഈ പറയുന്ന പിന്നെ രക്തസാക്ഷി ഫണ്ട്, ധനരാജ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് പുറത്തു പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ കാണാൻ ആർ എസ് പിയുടെ ബ്രോഷ്നേവിക്ക്, അതായത് നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ ബേബി ജോണിൻ്റെ മകൻ ഷിബു ബേബി ജോൺ അദ്ദേഹത്തെ കാണാൻ ചെന്നിരുന്നു. കാര്യം ഒരു സോഷ്യലിസ്റ്റ് പാർട്ടിയാണല്ലോ RSP. ഇദ്ദേഹം ഇവര് സോഷ്യലിസ്റ്റ് പാർട്ടി എന്നതിനേക്കാൾ ഉപരിയായിട്ട് പറയുവാണെങ്കിൽ RSP എന്ന് പറയുന്നത് ഇത്തിരി ഒരു എന്താ പറയുന്നത്, കുറച്ചുകൂടി ഒരു എന്താ പറയുക കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ തന്നെ അത്ര എന്താ പറയുന്ന സോഷ്യലിസ്റ്റ് പറയുന്നില്ലെങ്കിൽ പോലും സോഷ്യലിസമാണ്. അല്ല, അതിനകത്ത് ഉണ്ടായിരിക്കുന്ന ഒരു വിഷയം മറ്റൊന്നുമല്ല. RSP എന്ന് പറയുന്ന പാർട്ടി അവിടെ കാണാനായിട്ട് ചെന്നിട്ടുണ്ട്. RSP എന്ന് പറയുന്ന പാർട്ടിയിൽ പ്രതിനിധി ബഹുമാനപ്പെട്ട ഷിബു ബേബി ജോൺ അദ്ദേഹത്തെ കാണാൻ ചെന്നിരുന്നു. അപ്പോൾ അതിൻ്റെ മുന്നിൽ ഇപ്പോൾ ഇലക്ഷൻ കാലത്ത് ഇത്തരത്തിൽ അദ്ദേഹം കാണാനായി ചെല്ലുമ്പോൾ അതിലൊരു കാര്യമുണ്ട്. അതിലെന്ത് കാര്യമാണുള്ളത്? അതായത് ഈ ഒരു ഘടകകക്ഷിയാണ്. ഇപ്പം പ്രശാന്ത് പറഞ്ഞപ്പോൾ ഘടകകക്ഷികൾക്ക് ഒക്കെ UDFനൊക്കെ താല്പര്യമായിരുന്നു. പക്ഷേ ഇദ്ദേഹം കാണാനായി ചെല്ലുന്നു, കാണുന്നു, അതിൻ്റെ ഒരു മറ്റു വശങ്ങളൊക്കെ സംസാരിക്കുന്നു, ഇവർ തമ്മിൽ സംസാരിച്ച് പിരിയുന്നു. അന്ന് കരുതിയത് സഖാവ് കുഞ്ഞികൃഷ്ണൻ, അവരുടെ ഭാഷയിൽ CPMന്റെ ഭാഷയിൽ സഖാവ് കുഞ്ഞികൃഷ്ണൻ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ UDFന്റെ സ്വതന്ത്രനായി മത്സരിക്കാൻ പോകുന്നു എന്ന രീതിയിലായിരുന്നു കഥകൾ പോയത്. അപ്പോൾ നമുക്കിതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ സ്ഥാനാർത്ഥിയാകാൻ UDF അദ്ദേഹത്തിനെ മാറ്റി? ഞാൻ ചോദിക്കുന്നത് അദ്ദേഹത്തെ മാറ്റി നിർത്തിയതിൽ എന്തിനാണ് അദ്ദേഹത്തിന് അയിത്തം കൽപ്പിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അല്ല, അദ്ദേഹത്തിനെ പുറത്താക്കാൻ തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സ്ഥലം പയ്യന്നൂരാണ്, കാസർഗോഡ് പയ്യന്നൂരാണ്. പയ്യന്നൂർ ഈ പാർട്ടി എന്ന് പറയുമ്പോൾ പ്രശാന്തിന് അറിയാം, CPM എന്ന് പറയുന്ന പാർട്ടി ഗ്രാമങ്ങൾ നിരവധിയുള്ള ഒരു സ്ഥലമാണ് ഈ പയ്യന്നൂർ എന്ന് പറയുന്നത്. അവിടെ ഈ പറയുന്ന ധനരാജ് ഫണ്ട് എന്ന് പറയുന്ന ഫണ്ട് വെട്ടിപ്പ് നടന്നതിനെ സംബന്ധിച്ച്, ഈ ധനരാജ് ഫണ്ട് വെട്ടിപ്പ് നടന്നതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ആരുടെത്തെല്ലാം സംസാരിച്ചു നിങ്ങൾക്കറിയാവോ? മുഖ്യമന്ത്രി പിണറായി വിജയനോട് വരെ പറഞ്ഞു, സഖാവേ ഇന്നതുപോലൊരു വെട്ടിപ്പ് നടന്നിട്ടുണ്ട്, അത് ഒരു തവണയല്ല. അത് കഴിഞ്ഞിട്ട് ഗോവിന്ദനോട് സംസാരിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് മുഖ്യധാര മാധ്യമത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസിലെ വിനു വി ജോണിനോടൊപ്പം ഇരുന്ന് അദ്ദേഹം ഈ കാര്യങ്ങൾ വിളിച്ചു പറയുന്നത്. പ്രശാന്ത്, ഒരിക്കലും CPM എന്ന് പറയുന്ന പാർട്ടിയിൽ ഇത്രയധികം വർഷത്തെ പാർട്ടി പാരമ്പര്യമുള്ള ഒരാൾ വെറുതെ ഒരു നിമിഷം വിളിച്ചതെല്ലാം പറയില്ല. അത് ഒരു സത്യം. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ പയ്യന്നൂർ പോലൊരു സ്ഥലത്ത് ഇദ്ദേഹത്തിന് UDFന്റെ സ്വതന്ത്രനായി പോലും മത്സരിക്കാൻ UDFകാർ പോലും തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ അവർ ഒരു വേള ഈ പറയുന്ന രീതിയിൽ നമ്മുടെ TP ചന്ദ്രശേഖരൻ പ്രശ്നമുണ്ടല്ലോ, TP ചന്ദ്രശേഖരനെ എങ്ങനെയാണ് ഇവർ വകവരുത്തിയത്, അതുപോലൊരു വകവരുത്തൽ പോലും അവിടുത്തെ ജനം ഈ പറയുന്ന കുഞ്ഞികൃഷ്ണന്റെ മേൽ ആരോപണം, അവർക്ക് പേടിയുണ്ട്. ഇനി അത് ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഞാൻ അതുകൂടെ അദ്ദേഹത്തെ UDF സ്വീകരിക്കുന്നില്ല, അദ്ദേഹത്തെ BJP സ്വീകരിക്കുന്നില്ല. അല്ല, അതിനകത്ത് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. അവർ ഭയപ്പെടുന്ന, UDF ഭയപ്പെടുന്ന ആ ഒരു കാരണം കൊണ്ട് മാത്രമല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഈ രാഷ്ട്രീയ പാർട്ടി. ഇപ്പോൾ കോൺഗ്രസിന്റെ പയ്യന്നൂരത്തെ അല്ലെങ്കിൽ കാസർഗോഡത്തെ ജില്ലാ ഘടകവും പിന്നെ CPMന്റെ ജില്ലാ ഘടകവും തമ്മിൽ ഒരു ബാന്ധവമില്ലെന്ന് ആർക്ക് കണ്ടു? ഇല്ല, ബാന്ധവം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാൻ പറയട്ടെ, ബാന്ധവം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാൻ പറയട്ടെ, ഈ TP ചന്ദ്രശേഖരനെ 51 വെട്ടി കൊന്ന പ്രതികൾ ഇപ്പോൾ ജയിലിൽ സുഖജീവിതം നയിക്കുന്നു. അവർക്ക് പുറത്തേക്ക് ഇറങ്ങേണ്ട സമയത്ത് അവർ പുറത്തേക്ക് ഇറങ്ങുന്നു. ഈ പറയുന്ന പയ്യന്നൂർ എന്ന് പറയുന്ന ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ പാർട്ടി ഗ്രാമങ്ങളാണ്. പാർട്ടി ഗ്രാമങ്ങൾ എന്നതിനേക്കാൾ ഉപരി പാർട്ടി ഗുണ്ടകളെ ചോറ് കൊടുത്ത് വളർത്തുന്ന, അല്ലെങ്കിൽ പാർട്ടി ഗുണ്ടകളെ തീറ്റിപ്പോരുന്ന ഒരു ഫാം ഹൗസ് ആണ് പയ്യന്നൂരിലെ പാർട്ടി ഗ്രാമങ്ങൾ ഓരോന്നും. അല്ല, പയ്യന്നൂരിലെ എന്നല്ല കണ്ണൂര്, വടകര ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കില്ല. അതിൽ തന്നെ ഈ പറയുന്ന കുഞ്ഞികൃഷ്ണൻ മാസ്റ്ററുടെ ജീവന് എന്ത് ഉറപ്പാണ് നമുക്ക് കൊടുക്കാൻ സാധിക്കും? എന്തുറപ്പ് കൊടുക്കാൻ സാധിക്കും? TPയെ
പിന്തുടർന്ന് ഒരു ഇന്നോവ കാറിൽ പിന്തുടർന്ന് തട്ടിയിട്ട് ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അദ്ദേഹത്തെ 51 വെട്ടി ശരീരം ഛിന്ന ഭിന്നമാക്കി കളഞ്ഞിട്ട് മുഖത്താണ് വെട്ടിയത്. അതാണ് പറഞ്ഞത്, മുഖം ഛിന്ന ഭിന്നമാക്കി കളഞ്ഞിട്ട് ആ ഭാര്യയ്ക്കും ആ മകനും ഒന്ന് കാണുവാൻ പോലും അദ്ദേഹത്തെ, അവസാനമായിട്ടൊന്ന് കാണുവാൻ പോലും അദ്ദേഹത്തെ ബാക്കി വെക്കാതെ 51 വെട്ടിയ നരാധവന്മാരുള്ള പ്രസ്ഥാനമാണ് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അന്നും നെഞ്ചുറപ്പോടുകൂടി അവിടേക്ക് കയറി ചെന്നൊരു സഖാവുണ്ട്, സഖാവ് VS അച്യുതാനന്ദൻ. അദ്ദേഹത്തെ പാർട്ടി വിരുദ്ധൻ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയതാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ കുഞ്ഞികൃഷ്ണ മാസ്റ്ററുടെ ജീവന് എന്ത് ഉറപ്പുണ്ട്? അദ്ദേഹത്തിന് നേരെയും ഒരു വാള് നീളില്ലെന്ന് പറയാൻ പറ്റുമോ? അദ്ദേഹത്തിന്റെ ശരീരത്തിൽ 51 വെട്ടേക്കില്ലെന്ന് പറയാൻ പറ്റുമോ? അദ്ദേഹത്തെ സംരക്ഷിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനത്തോട് അതേ നിലപാടിൽ നിൽക്കാൻ പറ്റിയ, അവരുമായി അടിച്ചു നിൽക്കാൻ പറ്റിയ ഒരു പ്രസ്ഥാനത്തിന് മാത്രമേ സാധിക്കൂ. അത് അദ്ദേഹത്തിന്റെ അവകാശമല്ല, അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കേണ്ടതാണ്. കാരണം ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ഈ പറയുന്ന പയ്യന്നൂര് പാർട്ടിക്കെതിരായി ആഞ്ഞടിക്കാൻ പറ്റുന്ന ഒരു വടിയാണ് എടുത്തു കൊടുത്തതെന്ന് ഞാൻ പറഞ്ഞാൽ അല്ല എന്ന് ചേട്ടന് പറയാൻ സാധിക്കുമോ? അല്ല, ഇത്തരത്തിൽ കോൺഗ്രസിനെ ഒരു വടിയായി ഇദ്ദേഹത്തിന് കൊടുത്തു എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷെ ഇതിൽ നമുക്ക് ഒരു പോയിന്റ് കൂടെ നമ്മളിൽ പറയേണ്ടി വരും. കാര്യം പ്രശാന്ത് ചോദിച്ച ആ കാര്യം കൂടെ ഞാൻ പറയാം. അതായത് ആ പുസ്തകം വാങ്ങിയ MN വിജയൻ എന്ന് പറയുന്ന സാഹിത്യകാരൻ, അറിയപ്പെടുന്ന എഴുത്തുകാരൻ, സാഹിത്യകാരൻ MN വിജയൻ മാഷിന്റെ മകൻ അനിൽകുമാർ എന്ന മനുഷ്യൻ ഈ പുസ്തകം വാങ്ങുമ്പോൾ ആ പുസ്തകം വാങ്ങിയ അദ്ദേഹത്തിന്റെ, അതായത് പുസ്തകം സ്വീകരിച്ചത് ജോസഫ് സി മാത്യുവിനാണ്. ഈ പുസ്തകം ജോസഫ് സി മാത്യു പുസ്തകം പ്രകാശനം ചെയ്തു. അദ്ദേഹം അത് കൊടുക്കുന്നത് അനിൽകുമാറിനാണ്. ഈ അനിൽകുമാർ ഈ പുസ്തകം വാങ്ങിയ അദ്ദേഹത്തിന്റെ വീട്ടിൽ പ്രതീകാത്മകമായി ഈ പറയുന്ന രീതിയിൽ റീത്ത് കൊണ്ടുവച്ച ആൾക്കാരാണ്. അപ്പൊ ഇതിൽ എനിക്ക് ഒന്ന് മാത്രമേ പറയാം. പ്രശാന്ത് ചോദിച്ചതിന് ഉത്തരം എനിക്ക് പറയണം. ലെറ്റ് മീ കംപ്ലീറ്റ്. അതായത് മറ്റൊന്നുമല്ല, ഈ പറയുന്ന പോലെ റീത്ത് അവർ വെച്ചു എന്നുണ്ടെങ്കിൽ കുഞ്ഞികൃഷ്ണൻ മാസ്റ്ററെ അവർ എന്തെങ്കിലും ചെയ്യുമോ എന്നൊരു ഭയം UDF-നുമുണ്ട്. അവരൊരു സ്ഥാനാർത്ഥിയാക്കൽ ചിലപ്പോൾ ചെയ്യുമോ എന്നുണ്ട്. പക്ഷേ കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർക്കോ അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കോ ആ പേടിയില്ല. എന്തുകൊണ്ട്? നിങ്ങൾ ചോദിച്ച 51 വെട്ട് ഇനി വെട്ടുമോ എന്ന് ചോദിച്ചാൽ ഇനി ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല. കാരണം അത് ചെയ്തത് CPM ആണ് എന്ന് ഇവിടെ ഒരു കൊച്ചുകുട്ടിക്ക് പോലും അറിയാമെന്നുള്ളത് കൊണ്ടും അത് പിടിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ടും ഇനി അത്തരം ഒരു കൃത്യത്തിലേക്ക് അവർ പോകില്ല. പോയാൽ അത് അവരുടെ ഈ പാർട്ടിയുടെ നാശത്തിലേക്ക് പോകുമെന്ന് അവർക്ക് തിരിച്ചറിയാം. ഒന്നുകൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഈ കഴിഞ്ഞ തദ്ദേശ ഇലക്ഷനിൽ, അതായത് നിങ്ങൾ പറഞ്ഞ പാർട്ടി ഗ്രാമങ്ങളെ കുറിച്ച്, ഈ കഴിഞ്ഞ തദ്ദേശ ഇലക്ഷനിൽ CPM-ന് വോട്ട് നഷ്ടമായി എന്ന് കണ്ട് നിങ്ങൾ ആ വീഡിയോ ദൃശ്യങ്ങൾ ചാനലിൽ കണ്ടു കാണും. ഒരു കൂട്ടം ഗുണ്ടകൾ ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകന്റെ വീട്ടിൽ വന്ന് തല്ലി ആക്രോശിച്ച് ബഹളം ഉണ്ടാക്കിയിട്ട് പോകുന്ന രംഗം നിങ്ങൾ കണ്ടായിരുന്നോ? അതാണ് CPM എന്ന് പറയുന്ന പാർട്ടി. കണ്ണൂര്, കാസർഗോഡ് അങ്ങനെയാണ് അവർ പെരുമാറുന്നത്. അതുകൊണ്ട് ഇനി നമുക്ക് ഇതിലൊന്നും പറയാനില്ല ചേട്ടാ, ഇനിയൊന്നും പറയാനില്ല. UDF എന്ന് പറയുന്ന പാർട്ടിക്ക് അവരുടെ ഘടകകക്ഷി നേതാവ് RSPയിൽ ബേബി ജോൺ വരെ കാണാൻ പോയിട്ട് പോലും അവർക്ക് അദ്ദേഹത്തിന് ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ, ആ പ്രസ്തുത സ്ഥലത്ത് കാസർഗോഡ് പയ്യന്നൂര് CPM-ഉം കോൺഗ്രസും തമ്മിൽ ഒരു ബാന്ധവം ഉണ്ടാക്കി. കോൺഗ്രസിന്റെ തെറ്റല്ല, കോൺഗ്രസ് ഒരിക്കലും ആ തെറ്റ് അവിശുദ്ധ ബന്ധവുമല്ല. അവരെ സംബന്ധിച്ച് അവരുടെ പാർട്ടിയിൽ നിന്ന് പുകഞ്ഞ കൊള്ളി പുറത്താക്കിയ ഒരു വ്യക്തിയെ ഞങ്ങൾ എന്തിനു ചുമക്കണം? അതൊരു ധാർമ്മികമായ ചോദ്യമാണ്. അങ്ങനെയെങ്കിൽ അദ്ദേഹം സ്വതന്ത്രനായി നിന്നോട്ടെ, അദ്ദേഹം സ്വതന്ത്രനായി നിൽക്കട്ടെ. എന്താണെങ്കിലും ചേട്ടാ, കോൺഗ്രസിന് ആ ഭാരം ചുമക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ? തുടക്കം ഞാൻ പറഞ്ഞു ചിലപ്പോൾ ബാന്ധവം, എന്നാൽ ഇപ്പോൾ എനിക്ക് അതിന്റെ ഒരു മറ്റു വശം കുറച്ചുകൂടെ ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അങ്ങനെ ആകാനുള്ള സാധ്യത ഇല്ലായിരിക്കാം. കാര്യം അവര് ഭയക്കുന്നുണ്ട്, ഇവരുടെ പുറഞ്ഞ ഉള്ളി പുറത്തു പോയെങ്കിൽ പുറത്തു പോട്ടെ. എന്താണെങ്കിലും ചേട്ടാ, ഒന്നേ ഉള്ളൂ, തലച്ചോറിന്റെ സ്ഥാനത്ത് ചകിരിച്ചോറ് വെച്ചവന്മാരാണ് ഈ പറയുന്ന ഇപ്പോഴത്തെ ചകിരിച്ചോറല്ല, അഹങ്കാരികൾ എന്ന് പറയും. അങ്ങനെ അഹങ്കാരികൾ ചേട്ടൻ പറഞ്ഞ പോലെ ഇനി ഒരു 51 വെട്ട് ആരുടെ നേർക്കും നീളില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇനി അങ്ങനെ നടക്കില്ല. നടന്നാൽ ആ കാലമൊക്കെ പോയി തിരിച്ചു ചോദിക്കാൻ ആളുണ്ട് എന്ന് CPM ഭയക്കുന്നുണ്ട്.